ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സോണമിയാണ്. ടാക്സോണമിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പീഷീസ് കോൺസെപ്റ്റ്സ്, അതുപോലെ ടൈപ്സ് മീൻസ് ടൈപ്പ് സ്പെസിമെൻസ്. ഒന്നാം ഭാഗത്തിൽ നമ്മൾ ടാക്സോണമിയുടെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് കണ്ടത്. അതായത് അരിസ്റ്റോട്ടലിൻ്റെ ക്ലാസിഫിക്കേഷൻ മുതൽ മോളിക്കുലാർ ടാക്സോണമി വരെയും, പിന്നെ കിങ്ഡം ലെവൽ ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡം, 3 കിങ്ഡം, 4 കിങ്ഡം ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, പിന്നെ 3 ഡൊമൈൻ സിസ്റ്റം, പിന്നെ അവയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് നല്ലൊരു ഗ്യാപ്പ് വന്നു. ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞത്. എല്ലാവരോടും ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സ്പീഷീസിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്പീഷീസ് നമ്മൾ സാധാരണയായിട്ട് പഠിക്കുമ്പോഴേതായിരിക്കും ഒന്നെങ്കിൽ നമ്മൾ പറയും ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരുപോലെയുള്ള കുറച്ച് ഓർഗാനിസംസിൻ്റെ എല്ലാം ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നതെന്ന് പറയാം. പക്ഷേ ഈ സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് പർട്ടിക്കുലറായിട്ടുള്ള ഡെഫിനിഷൻ നൽകാനായിട്ട് ഇതിനെ പറ്റിയിട്ടില്ല. ബയോളജി തന്നെ പല മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും സ്പീഷീസിനുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. എന്നാലും നമ്മൾ ജനറലി സ്പീഷീസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ബയോളജിക്കൽ കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ ഏറ്റവും സിമ്പിൾ ഇപ്പോൾ ടാക്സോണമി ലെവലിൽ പറയുവാണെങ്കിൽ സ്പീഷീസിന് എന്തായിട്ട് പറയാം? സ്പീഷീസ് ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ടാക്സോണമിക് ഹയറാർക്കി. നമ്മൾ ടാക്സോണമിയുടെ ഹയറാർക്കി കണ്ടിരുന്നു. സ്പീഷീസിൽ നിന്ന് അങ്ങോട്ട് ഉയർന്ന് കിങ്ഡം വരെയുള്ള ഒരു ഇതാണ് കണ്ടത്. അതിൽ ഏറ്റവും താഴെയായിട്ട് ലോവസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് പാർട്ടാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്പീഷീസിനെ നമ്മൾ ബയോളജിക്കൽ കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ അംഗീകരിച്ച് നമ്മൾ സാധാരണയായിട്ട് ബയോളജിയുടെ എല്ലാ മേഖലകളിലും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ബയോളജി സ്പീഷീസ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് വെച്ച് നമ്മൾ സ്പീഷീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ, സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസംസ് ദാറ്റ് ഷെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഇൻ്റർബ്രീഡിങ്. കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർബ്രീഡിങ്ങിന് കഴിവുള്ള ഒരു കൂട്ടം ഓർഗാനിസംസിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇനി സ്പീഷീസിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷന് പല കോൺസെപ്റ്റുകളിലുണ്ട്. ഏകദേശം 20 അതിൽ കൂടുതൽ തന്നെ കോൺസെപ്റ്റുകൾ ഇന്ന് ബയോളജിയിൽ സ്പീഷീസുമായി റിലേറ്റഡ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് നമ്മൾക്ക് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നോക്കാം. ഇതിൽ പലതും റിജക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും ബയോളജിക്കൽ കോൺസെപ്റ്റ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോൺസെപ്റ്റ് നോക്കാം. നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയും. നോമിനലിസ്റ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഓക്കമാണ്. ഓക്കത്തിൻ്റെ അഭിപ്രായത്തിൽ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ക്രിയേഷൻ നേച്ചറിലില്ല. അത് മനുഷ്യൻ്റെ ക്രിയേഷൻ എന്നാണ്. പ്രകൃതിയാലെ ഉള്ള ഒരു ഒരു ക്രിയേഷനല്ല സ്പീഷീസ്. മനുഷ്യൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ മെൻ്റൽ കോൺസെപ്റ്റിൽ നിന്ന് വന്ന ഒരു ആശയം മാത്രമാണ് സ്പീഷീസ്. അതുകൊണ്ട് തന്നെ സ്പീഷീസിന് ഒരു വാല്യൂ ഇല്ലെന്നാണ് ഓക്കം പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അതൊരു വാല്യൂ ഉള്ള ഒരു തോട്ടല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പിൽക്കാലത്ത് റിജക്റ്റ് ചെയ്തു പോവുകയാണ് ഉണ്ടായത്. ഇനി അത് കഴിഞ്ഞ് വന്നാണ് ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പീഷീസ് കോൺസെപ്റ്റാണ്. അത് ഈ കോൺസെപ്റ്റ് പ്രകാരം സ്പീഷീസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അവയ്ക്കെല്ലാം കോമൺ ആൻസിസ്റ്ററുമുണ്ട്. ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും ഉടലെടുത്ത് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് സ്പീഷീസ് എന്ന് ഈ ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റ് വഴി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഓർഗാനിസംസിന് വേറൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടോ? ഇല്ല. അവ മറ്റുള്ളവയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്നും ഈ ഫൈലോജനറ്റിക് സ്പീഷീസ് കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയ്ക്ക് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് തന്നെ ബാക്കിയുള്ളവയെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ ഈ സ്പീഷീസിന് എന്ത് പറയാം? മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയാം. നമ്മൾ നേരത്തെ
കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു മോണോഫൈലറ്റ്, പാരാഫൈലറ്റ്, പോളിഫൈലറ്റ് കണ്ടിരുന്നു. അപ്പോൾ അതിൽ മോണോഫൈലറ്റ് ഗ്രൂപ്പായിരിക്കും എപ്പോഴും ഈ സ്പീഷീസ് എന്നതിൽ വരുന്നത്. ഇനി അടുത്താണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അത് പ്രകാരമാണ് പറയുന്നത്, ദി ആർ ദ സ്പീഷീസ് ഗ്രൂപ്പ് ഓഫ് ഇൻ്റർബ്രീഡിംഗ് നാച്ചുറൽ പോപ്പുലേഷൻ ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് ഫ്രം സച്ച് അതർ സച്ച് ഗ്രൂപ്പ്സ്. ഈ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അവയ്ക്ക് ആ ഗ്രൂപ്പിനുള്ളിൽ തന്നെ അവ ഇൻ്റർബ്രീഡ് ചെയ്യുന്നു, അവരുടെ പോപ്പുലേഷൻ ഉണ്ടാക്കുന്നു. അവയ്ക്ക് ഇതുപോലെയുള്ള മറ്റൊരു ഗ്രൂപ്പുമായിട്ട് റീപ്രൊഡക്റ്റീവ്ലി ഒരു റീപ്രൊഡക്ഷൻ നടത്താനായിട്ട് ബ്രീഡ് ചെയ്യാനായിട്ടോ ഒന്നും സാധിക്കില്ല. അവ ആ ഗ്രൂപ്പിൽ തന്നെ ബ്രീഡ് ചെയ്ത് അവയുടെ പോപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റോട് മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഇറ്റ് ഫോംസ്, അതായത് സ്പീഷീസ് ഫോംസ് ആൻഡ് എക്കോളജിക്കൽ യൂണിറ്റ് ദാറ്റ് ഇൻ്ററാക്ട് അസ് എ യൂണിറ്റ് വിത്ത് അതർ സ്പീഷീസ് വിച്ച് ഇറ്റ് ഷെയർസ് ദ എൻവയോൺമെൻറ്റ്. ആ സ്പീഷീസ്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്പീഷീസ് വളരുന്ന ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. ആ എൻവയോൺമെൻറ്റിൽ വേറെ സ്പീഷീസിൽപ്പെട്ട ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ അവ തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടന്നിട്ട് അവർ എക്കോളജിക്കൽ യൂണിറ്റ് ആയിട്ട് തന്നെ അവ ഒരു എൻവയോൺമെൻറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവയെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ജനറ്റിക് യൂണിറ്റായിട്ട് മാറുകയും അങ്ങനെ ഒരു ലാർജ് ജീൻ പൂൾ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന പ്രകാരം എന്താണ്, അതൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ. അവയ്ക്ക് നാച്ചുറലായിട്ട് ഇൻ്റർബ്രീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അവയ്ക്ക് മറ്റ് ഗ്രൂപ്പ് ഓഫ് ഇതുപോലെ തന്നെ മറ്റു ഗ്രൂപ്പുമായിട്ട് റീപ്രൊഡക്റ്റീവ്ലി ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അവ താമസിക്കുന്ന ഏത് എൻവയോൺമെൻറ്റിലാണോ ആ എൻവയോൺമെൻറ്റിൽ വെച്ച് മറ്റ് സ്പീഷീസുമായിട്ട് മറ്റ് ഗ്രൂപ്പുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുകയും ഒരു ഇക്കോളജിക്കൽ യൂണിറ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഓരോ സ്പീഷീസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക് യൂണിറ്റായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അതൊരു വലിയൊരു ലാർജ് ജീൻ പൂൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് സ്പീഷീസ് കോൺസെപ്റ്റ്. ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ്. ഇനി അടുത്താണ് ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് മറ്റൊരു പേരാണ് എസെൻഷ്യലിസം എന്ന് പറയുന്നത്. ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിൽ ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഓർഗാനിസംസൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓർഗാനിസംസിൻ്റെ എല്ലാം ഒരു ലിമിറ്റഡ് നമ്പർ ചേർന്ന് അതിൽ നിന്നെല്ലാം കുറച്ച് ഓർഗാനിസംസ് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ടൈപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സൽസ് എന്ന് പറയാം. ഈ ടൈപ്പിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയിലുള്ള ഓർഗാനിസംസ്, ആ ഒരു ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. എന്നാൽ അവയ്ക്ക് മറ്റൊരു ടൈപ്പുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അപ്പോൾ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ പല വൈവിധ്യമായിട്ടുള്ള ഓർഗാനിസംസുകൾക്കിടയിൽ അവ കുറച്ച് ലിമിറ്റഡ് നമ്പേഴ്സ് കൂടിച്ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് തയ്യാറാക്കുന്നു. ആ ഗ്രൂപ്പിനെ ടൈപ്പ് എന്ന് പറയുന്നു. ആ ഓരോ ടൈപ്പിലും ഉണ്ടാകുന്ന ഓർഗാനിസംസ് അവയ്ക്ക് ഉള്ളിൽ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ ടൈപ്പ് എയും ടൈപ്പ് ബിയും തമ്മിലൊരു ബന്ധം ഉണ്ടാകില്ല, അങ്ങനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ല. ഈ ടൈപ്സിനെ എല്ലാത്തിനെയും കൂടിയാണ് സ്പീഷീസ് എന്ന് പറയുന്നതാണ് ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിൽ സ്പീഷീസിന് വേരിയേഷൻസൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ വേരിയേഷൻസ് ഉണ്ടാകുന്നെങ്കിലും അത് വളരെ നെഗ്ലിജിബിളായിട്ടുള്ള വേരിയേഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു ആശയം എന്ന് പറയുന്നത് ഇപ്പോഴും റിജക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ, ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആശയമല്ല ടൈപ്പോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റിൻ്റേത്. ഇനി നമുക്ക് ടൈപ്സ് അല്ലെങ്കിൽ ടൈപ്പ് സ്പെസിമെൻ എന്താണെന്ന് നോക്കാം. ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പർട്ടിക്കുലർ സ്പെസിമെൻ of an organism to which the scientific name of the organism is formally attached. നമ്മൾ ഒരു സ്പീഷീസിൻ്റെ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള എല്ലാ ക്യാരക്ടേഴ്സുമുള്ള ഒരു
പർട്ടിക്കുലർ സ്പെസിമെൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്പെസിമെന് ആ ഒരു ഓർഗാനിസത്തിന് സയൻറ്റിഫിക് നെയിമും കൊടുത്തു വെച്ചിട്ടുണ്ട്. അവയെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിനി ഭാവിയിൽ ഓരോ സ്പീഷീസിനെയും ഇപ്പോൾ ഇത് കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടല്ല, അതിൻ്റെ ഒരു ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരു പർട്ടിക്കുലർ സ്പീഷീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്പെസിമെനെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്. ചില കേസുകളിൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ഒരു ടാക്സിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്പീഷീസ് പറഞ്ഞ പോലെ ടൈപ്പിന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈപ്പിന് പലതരത്തിലുള്ള ഡെഫിനിഷൻ തന്നെയായിരിക്കും കാണുന്നത്. ഇപ്പോൾ സുവോളജിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കത്തില്ല ബോട്ടണിയുടെ കാര്യത്തിൽ വരുമ്പോഴേക്കും ടൈപ്പിന്. അങ്ങനെ പല വേരിയേഷനുണ്ട്. എന്നാലും കോമൺ ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ്: ടൈപ്പ് ഈസ് പർട്ടിക്കുലർ സ്പെസിമെൻ തന്നെയാണ് ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു സ്പീഷീസിലുള്ള റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്പെസിമെൻ തന്നെയാണ്. ആ സ്പെസിമെനിൽ നമ്മൾ സയൻറ്റിഫിക് നെയിം കൊടുത്ത് ആ ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ സ്പീഷീസിൻ്റെ എല്ലാവിധ ക്യാരക്ടേഴ്സുമുള്ള ഒരു സ്പെസിമെനാണ് ഈ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അതർ വേർഡിൽ പറയുകയാണെങ്കിൽ ടൈപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ദാറ്റ് സെർവ്സ് ടു ആങ്കർ സെൻട്രലൈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടാക്സോൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പിന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ടാക്സോണിൻ്റെ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സാമ്പിളിനെയാണ് നമുക്ക് ടൈപ്പ് എന്ന് പറയാം. ഇനി നമുക്ക് ടൈപ്പ് സുവോളജിക്കൽ ആസ്പെക്ട്സിലും ബൊട്ടാണിക്കൽ ആസ്പെക്ട്സിലും നോക്കാം. ആദ്യം നമുക്ക് സുവോളജിക്കൽ ആസ്പെക്ട്സിൽ നോക്കാം. സുവോളജിയുടെ കേസിൽ ടൈപ്പ് എന്ന് പറയുന്നത് ഇസ് ആൻ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ദ ഒറിജിനൽ പബ്ലിഷ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നെയിം ഈസ് ബേസ്ഡ്. അപ്പം ഒരു സയൻറ്റിഫിക് നെയിമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്ക്രിപ്ഷനെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ടൈപ്പ് എന്ന് പറയുന്നത്. അത് സുവോളജിയുടെ കേസിൽ. എന്നാൽ ബോട്ടണിയുടെ കേസിൽ വരുമ്പോഴേക്കും ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്പെസിമെൻ ആകാം അല്ലെങ്കിൽ ഇലസ്ട്രേഷൻ ആകാം. ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പെസിമെൻ ആകാം. ഈ സ്പെസിമെൻ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്ലാന്റ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹെർബേറിയത്തിലേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ അതുപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ പാർട്ടായിരിക്കാം. അതുപോലെയൊക്കെ വരും സ്പെസിമെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇലസ്ട്രേഷനും ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ഒരു ഇലസ്ട്രേഷനും ഇതിന് ഏതെങ്കിലും ആയിരിക്കും ബോട്ടണിയിൽ ഒരു ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സുവോളജിയിലെന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു സ്പെസിമെൻ തന്നെയാണ്. അതൊരു സുവോളജിക്കൽ ഒബ്ജക്റ്റ് തന്നെയായിരിക്കും ഈ ടൈപ്പ് എന്ന് പറയുന്നത്. ടൈപ്പ് തന്നെ പലതരത്തിലുള്ള ടൈപ്പുകൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ടൈപ്പ് മാത്രമേ അതൊരു വാല്യൂബിളായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മളതിൽ ഏതൊക്കെയാണ് അങ്ങനെ വാല്യൂബിളായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് എന്ന് പറയുന്നത് ഹോളോ ടൈപ്പാണ്. ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത് അതൊരു സിംഗിൾ സ്പെസിമെനാണ്. അതായത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ ക്യാരി ചെയ്യുന്ന, ഒറിജിനൽ സയൻറ്റിഫിക് നെയിമും അതിൻ്റെ ഒറിജിനൽ ഡിസ്ക്രിപ്ഷനൊക്കെ ക്യാരി ചെയ്യുന്ന സിംഗിൾ സ്പെസിമെനെയാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. ഏതൊരു മ്യൂസിയത്തിലാകട്ടെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലാകട്ടെ അല്ലെങ്കിൽ ഒരു പബ്ലിക് കളക്ഷൻസിലൊക്കെ നമ്മൾ ഒരു സ്പീഷീസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വയ്ക്കുന്ന ആ ഒരു സ്പെസിമെനെയാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഇറ്റ്സ് എ സിംഗിൾ സ്പെസിമെൻ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് തന്നെയാണ് പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഹോളോ ടൈപ്പിനെ കൂടാതെ തന്നെ ഈ ഒറിജിനൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന അതർ സ്പെസിമെൻസിനെയാണ് പാരാടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള ടൈപ്പ് ഓഫ് സ്പെസിമെനാണ് ഹോളോ ടൈപ്പ് എന്ന് പറയുന്നത്. പാരാടൈപ്പ് എന്ന് പറയുന്നത് ഈ ഹോളോ ടൈപ്പിൻ്റെ കൂടെ തന്നെ പറയുന്ന അഡീഷണലായിട്ട് പറയുന്ന സ്പെസിമെൻസാണ് പാരാടൈപ്പിൽ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഇത് ഹോളോ ടൈപ്പാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ട് കാണാൻ പറ്റും ഹോളോ ടൈപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവയുടെ സ്പീഷീസ് നെയിമും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്ക്രിപ്ഷനും. ഇപ്പോൾ ചില കേസിൽ ബുക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവയുടെ
സൈസ്, ലെങ്ത്, വിഡ്ത്ത്, അങ്ങനെയുള്ള വിങ്ങിൻ്റെ കാര്യം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു സ്ഥലത്ത് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് ആക്ച്വലി ഇങ്ങനെയായിരിക്കും ഹോളോടൈപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇതാണ് പാരാടൈപ്പ്. പാരാടൈപ്പിലും ഇതുപോലെ തന്നെയാണ് പാരാടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഇതിൻ്റെ താഴെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആക്ച്വൽ സൈസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സയൻറ്റിഫിക് നെയിമുകൾ ഒക്കെ ഇതിന് താഴെയും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്താണ് അല്ലോടൈപ്പ്. അല്ലോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICZN റെക്കഗ്നൈസ് അല്ലെങ്കിൽ അത് ഔദ്യോഗികമായി പറയാത്ത തരം ഒരു സ്പെസിമെനാണിത്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. സാധാരണ നമ്മുടെ ടെക്സ്റ്റിലൊന്നും ഇത് ഇങ്ങനെ പറഞ്ഞ് കാണില്ല, അല്ലോടൈപ്പ് പഠിച്ച് നമ്മൾ കാണുന്നില്ല. എന്നാലും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഈ അല്ലോടൈപ്പ് എന്ന് പറയുന്നത് ഹോളോടൈപ്പിൻ്റെ ഓപ്പോസിറ്റ് സെക്സിൽ വരുന്ന സ്പെസിമെൻസിനെയാണ് ഈ അല്ലോടൈപ്പ് എന്ന് പറയുന്നത്. പ്രൈമറിലി ഇതൊരു പാരാടൈപ്പിൽ നിന്നും എടുത്തിട്ടുള്ള സ്പെസിമെൻസ് തന്നെയാണ് ഈ അല്ലോടൈപ്പ്. അത് ഹോളോടൈപ്പ് ഇപ്പം മെയിലാണെങ്കിൽ ഈ അല്ലോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോളോടൈപ്പിൻ്റെ ഫീമെയിൽ ഓപ്പോസിറ്റ് സെക്സിൽ, അപ്പോൾ ഫീമെയിൽ വരും, ഫീമെയിലാണ് നേരെ മെയിലും, ആ ഒരു രീതിയിലായിരിക്കും ഈ സ്പെസിമെൻസ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്താണ് നിയോടൈപ്പ് എന്ന് പറയുന്നത്. നിയോടൈപ്പ് ഇപ്പോൾ നമ്മൾ ഹോളോടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പീഷീസിനെ അല്ലെങ്കിൽ ഒരു ടാക്സയെ റെപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാവിധ ഫീച്ചേഴ്സുമുള്ള കറക്റ്റ് സയൻറ്റിഫിക് നെയിമൊക്കെ ഉള്ള ഒരു ടൈപ്പ് സ്പെസിമെനാണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഡാമേജ് സംഭവിക്കാനോ ഒന്നും പാടില്ല. അത്രയും വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് ഹോളോടൈപ്പ്. ഇൻ കേസ് ഇപ്പോൾ ഒരു ഹോളോടൈപ്പിന് ഒറിജിനൽ ഹോളോടൈപ്പ് എന്തെങ്കിലും തരത്തിലൊരു നാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രോയ് ചെയ്ത് പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്നു വെച്ചോ, ആ ചെയ്ത് വെക്കുന്ന അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ അതിന് പകരം എന്നോണം സെലക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ടൈപ്പ് സ്പെസിമിനെയാണ് നിയോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോടൈപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ, ഒറിജിനൽ ഹോളോടൈപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ പിന്നീട് സെലക്ട് ചെയ്യുന്ന ഒരു സ്പെസിമിനെയാണ് നമ്മൾ നിയോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സിൻടൈപ്പ് നോക്കാം. സിൻടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ സ്പെസിമെൻസ്, ഒന്നല്ല രണ്ടോ അതിലധികമോ സ്പെസിമെൻസ് ഉള്ള സ്പെസിമെൻസിനെയാണ് നമ്മൾ സിൻടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്പീഷീസിന് ഒരു ഹോളോടൈപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, അതിൻ്റെ കറക്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെയുള്ള ഒരു ഹോളോടൈപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സ്പീഷീസിൻ്റെ തന്നെ കുറേ സ്പെസിമെൻസ് എടുത്ത് കുറേ ക്യാരക്ടേഴ്സുള്ള കുറേ സ്പെസിമെൻസ് എടുത്ത് വയ്ക്കുന്നു ഓർത്ത് നോക്ക്. അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും രണ്ടിലധികം നമുക്ക് സ്പെസിമെൻസ് അവിടെ ഉണ്ടാവും. ഒരു സ്പീഷീസിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നോ അതിലധികമോ സ്പെസിമെൻസിനെ റെഫർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസൊക്കെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഒന്നിലധികം സ്പെസിമെൻസ് ഉള്ളതിനെയാണ് നമ്മൾ സിൻടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻടൈപ്പ് ഈസ് എനി വൺ ഓഫ് ടു ഓർ മോർ സ്പെസിമെൻസ് ദാറ്റ് ഈസ് ലിസ്റ്റഡ് ഇൻ എ സ്പീഷീസ് ഡിസ്ക്രിപ്ഷൻ വേർ നോ ഹോളോടൈപ്പ് വാസ് ഡെസിഗ്നേറ്റഡ്. ഹോളോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ഹോളോടൈപ്പ് എന്ന രീതിയിൽ ഒരു സ്പീഷീസിൽ നിന്ന് നമുക്കൊരു സ്പെസിമെൻ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ രണ്ടോ അതിലധികമോ സ്പെസിമെൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിൻടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ലെക്റ്റോടൈപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിൻടൈപ്പിൽ നിന്നും നമ്മളൊരു സിംഗിൾ ടൈപ്പ് സ്പെസിമെനെ എടുക്കും. ആ സിംഗിൾ ടൈപ്പ് സ്പെസിമെനെയാണ് ലെക്റ്റോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സിൻടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ടോ അതിലധികമോ സ്പെസിമെൻസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതിനെയാണ് സിൻടൈപ്പ് എന്ന് പറയുന്നത്. ഈ സിൻടൈപ്പിൽ നിന്നും എടുക്കുന്ന ഒരു സിംഗിൾ ടൈപ്പ് സ്പെസിമെൻ, അതിനെയാണ് ലെക്റ്റോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പാരാലെക്റ്റോടൈപ്പ്. ഇപ്പോൾ നമ്മൾ സിൻടൈപ്പിൽ നിന്നും ഒരു ലെക്റ്റോടൈപ്പിനെ എടുത്തു മാറ്റി കഴിയുമ്പോൾ കുറേ ബാക്കി അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ ബാക്കി വരുന്ന അഡീഷണൽ സ്പെസിമെൻസ് ഫ്രം എ സെറ്റ് ഓഫ്
സിൻടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരാലെക്റ്റോടൈപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോടൈപ്പ് എടുത്ത് മാറ്റി അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഡെസിഗ്നേറ്റ് ചെയ്ത ശേഷം ബാക്കി അവിടെയുള്ള സ്പെസിമെൻസിനെ, അഡീഷണൽ സ്പെസിമെൻസിനെയാണ് എന്ത് പറയുന്നത്, പാരാലെക്റ്റോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹെപ്പാറ്റോടൈപ്പ് നോക്കാം. ഹെപ്പാറ്റോടൈപ്പ് സാധാരണയായിട്ട് പ്രോട്ടോസോവൻസിൻ്റെ കേസിലാണ് ഈ ഒരു സ്പെസിമെൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സാധാരണയായിട്ട് 2 അതിലധികമോ സ്പെസിമെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ലൈഫ് സൈക്കിളിന് പല സ്റ്റേജസ് ഉണ്ടല്ലോ. പ്രോട്ടോസോവൻസ് ലൈഫ് സൈക്കിളുണ്ട്, അവയ്ക്ക് പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ പല സ്റ്റേജസിനെ കൂടി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്പെസിമെൻസ്, ഓരോ സ്റ്റേജിലെയും ഒരു സ്പെസിമെൻസ് എടുത്ത് വയ്ക്കും. പക്ഷേ നമ്മളിത് കുറേ സ്പെസിമെൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിന് നമ്മളൊരു സിംഗിൾ യൂണിറ്റായിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ടൈപ്പിനെയാണ് നമ്മൾ പറയുന്നത് ഹെപ്പാറ്റോടൈപ്പ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക, പ്രോട്ടോസോവൻസിൽ മാത്രമായിട്ടായിരിക്കും ഇത് കാണുന്നത്. ഇനി അടുത്തതാണ് ഐക്നോടൈപ്പ് എന്ന് പറഞ്ഞാൽ, ഐക്നോടൈപ്പിൽ ആൻ ഇല്ലസ്ട്രേഷൻ ഓൺ വിച്ച് എ ന്യൂ സ്പീഷീസ് ഓർ സബ് സ്പീഷീസ് വാസ് ബേസ്ഡ്. അതായത് ഒരു ന്യൂ സ്പീഷീസിൻ്റെ സബ് സ്പീഷീസിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ ആയിട്ടാണ് ഐക്നോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സയൻറ്റിഫിക് നെയിം, ഇപ്പം നമ്മൾ ഇത്രയും കണ്ട ടൈപ്പുകളിൽ സയൻറ്റിഫിക് നെയിം ആക്ച്വലി ഉള്ള സയൻറ്റിഫിക് നെയിം ക്യാരി ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഹോളോടൈപ്പും ലെക്റ്റോടൈപ്പും നിയോടൈപ്പ്. ഈ 3 ടൈപ്പുകളിൽ മാത്രമേ നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സയൻറ്റിഫിക് നെയിം നമ്മൾ കൊടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളിന്ന് കണ്ടത് സ്പീഷീസും സ്പീഷീസ് കോൺസെപ്റ്റ്സുകളും അതുപോലെ ടൈപ്പ് സ്പെസിമെൻസുമാണ് കണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്